പ്രിയ സഹോദരങ്ങളെ, സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജനന തിരുനാളായി നാം ആഘോഷിക്കുകയാണല്ലോ. തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏവർക്കും ആശംസിക്കുന്നു. പരിശുദ്ധ മറിയം, പുണ്യവും പരിശുദ്ധിയും നിറഞ്ഞ ജീവചരിത്രം. ദൈവഹിതത്തിന് മുൻപിൽ ആമേനെ നേറ്റു പറയുമ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളെയും പ്രതിസന്ധികളെയുമെല്ലാം അവൾ ധീരതയോടെ ഏറ്റെടുക്കുകയായിരുന്നു. നസ്രത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്ന മറിയം ദൈവഹിതം ഏറ്റെടുക്കുമ്പോൾ രക്ഷയുടെ, ലോകത്തിൻ്റെ തന്നെ വഴികാട്ടിയായി തീരുകയായിരുന്നു. പരിശുദ്ധ അമ്മ യേശുവിൻ്റെ മാത്രം അമ്മയായിരുന്നില്ല, ലോകം മുഴുവൻ്റെയും അമ്മയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് യേശു തൻ്റെ അമ്മയെ ലോകം മുഴുവൻ്റെയും അമ്മയാക്കി തീർത്തു. ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ എന്ന് ഏറ്റുപറയുമ്പോൾ പരിശുദ്ധ അമ്മ ഓരോ വിശ്വാസിയുടെയും അമ്മയായി തീരുകയായിരുന്നു. സ്നേഹത്തിലും സഹനത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലുമെല്ലാം പരിശുദ്ധ അമ്മ അന്നും ഇന്നും എന്നും നമുക്ക് ഒരു മാതൃക തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയം ദേവഭക്തിയുടെ ഒരു മാതൃക മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കരുണയുടെ ഉറവിടം കൂടെയാണ്. അനുദിന ജീവിതത്തിൽ നാം നേരിടുന്ന വെല്ലുവിളികളിലും പ്രതിസന്ധികളിലുമെല്ലാം ദൈവഹിതം നിറവേറാനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ.